രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോ ഗൗതം ചേട്ടൻ ഒടുവിൽ സ്പെയിനൊപ്പം ആയിരിക്കുകയാണ്. മാറുമോ ഇതുപോലെ അല്ലല്ലോ ഗൗതം ചേട്ടൻ. ആ ചിരി കേൾക്കണം. കാരണം പ്രേക്ഷകർ എപ്പോഴും പരാതിപ്പെടാറുണ്ട് ഗൗതം ചിരിക്കുന്നില്ല. ഒന്ന് ചേട്ടാ, ഫുട്ബോൾ അങ്ങനെ കാര്യമായിട്ട് കാണുന്ന ആളല്ല. എങ്കിൽ പോലും ഇന്നത്തെ ഫൈനല് കഴിഞ്ഞ തവണ അർജന്റീന ആണല്ലോ ജയിച്ചത്. അപ്പൊ ഇത്തവണ സ്പെയിൻ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് അർജന്റീനയോട് വിരോധമൊന്നുമില്ല. അർജന്റീനയോട് വിരോധമല്ല. പക്ഷെ അർജന്റീന ആരാധകർ ഇച്ചിരി ഈ കഴിഞ്ഞ തവണ ജയിച്ചതിന്റെ ഇച്ചിരി ഓവർ ഇതുണ്ടോ അവർക്ക്? ആർക്കാണ് അത്ര അങ്ങനെ ഓവർ? ഒന്ന് അനൂപേട്ടൻ, ഒന്ന് അനന്തു, അഞ്ചസിലെ അനന്തു. പോയി. അപ്പം എന്തായാലും നല്ലൊരു കളിയാകട്ടെ. 12:30 തുടങ്ങുന്നത്. ഞാൻ ഒരു ക്രിക്കറ്റ് ആരാധകനാണ്. അല്ല, വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ആര് ജയിച്ചാലും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സ്പെയിൻ ജയിക്കണമെന്നാണ്. കഴിഞ്ഞ തവണ അർജന്റീന ജയിച്ചല്ലോ. അപ്പൊ ഈ തവണ കിട്ടാത്തൊരു ടീമിന് കിട്ടട്ടെ, അത്രേ ഉള്ളൂ. സ്പെയിൻ കിട്ടിയിട്ടുണ്ട്, ഒരു തവണ 2010 പണ്ട് എങ്ങാണ്ട് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. അത്ര ഒരു 16 വർഷം മുമ്പ് കിട്ടും. അത് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ നിലപാട് സ്പെയിൻ. ഭീഷണിയല്ല. അബ്രാം സ്പെയിനൊപ്പം, അശ്വതി സ്പെയിനൊപ്പം, വൈഷ്ണവ് സ്പെയിനൊപ്പം, ഗൗതം സ്പെയിനൊപ്പം. കൈയോടെ പിടിച്ചോ പ്രേക്ഷകരെ. ആദ്യം തന്നെ അശ്വതി നമ്മള് നമുക്ക് പിന്നാമ്പുറം കാണിക്കാം. അശ്വതി അല്ലല്ല, ആദ്യം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ നമ്മുടെ ഡെസ്കില് അർജന്റീന നമ്മൾ ഈ ഡെസ്കില് അർജന്റീന അപ്രമാദത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അപ്രമാദത്തിൽ ഏറ്റവും കൂടുതൽ അപ്രമാദത്തിൽ കാണിക്കുന്ന വ്യക്തിയാണ് അനന്തു എന്ന് പറയുന്നത്. പിന്നെ അനന്തു നല്ല രീതിയിൽ ഒരു ഫുട്ബോൾ ആരാധകനാണ്. കളിക്കും കേട്ടോ, ഫുട്ബോളും. അതായത് കളിക്കുന്നതിനപ്പുറം നമ്മൾ വേൾഡ് കപ്പിന് പുറത്ത് എല്ലാ ക്ലബ് മാച്ചസും കാണുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന ആളാണ്. സോ ആദ്യം നമുക്ക് അനന്തുവിന്റെ ഷർട്ട് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മെസ്സി, ലയണൽ മെസ്സി. ഇന്ന് വീട്ടിൽ പോകാം മെസ്സിക്ക്. എന്താ ഇന്ന് അർജന്റീന ജയിക്കും. അല്ല, എത്ര ഗോൾ ജയിക്കാൻ? ആരായിരിക്കും പ്രൊഡിക്ഷൻ? ആര് ഗോൾ അടിക്കുന്നായിരിക്കും? എന്തായാലും മെസ്സി ഒരു ഗോൾ അടിക്കും. ഒപ്പം ലൗതറോ മാർട്ടിനസ്. ഈ സ്പെയിനിന്റെ മധ്യനിര കടന്നുകൊണ്ടാണ് അവർ ഇത് അടിക്കാൻ പറ്റത്തില്ല. ഫുട്ബോൾ കളിയാണല്ലോ, ഡിഫൻസ് വരെ പൊട്ടിച്ചാൽ മാത്രമല്ലേ ഗോൾ അടിക്കാൻ പറ്റും. അതെ, അത് സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ ഗോൾ വഴങ്ങാതെ ഒരു ഗോൾ മാത്രം വഴങ്ങി സ്പെയിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നു. 2 ഗോൾ അപ്പൊ എന്തായാലും അതിന്റെ തീവ്രത രണ്ട് ടീമും കാണും. അതെ, തീർച്ചയായും അർജന്റീന ജയിക്കും. ശബരിമലയിൽ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചത്? ശബരിമലയിൽ പോയിട്ട് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അർജന്റീനക്ക് മെസ്സിക്കും അല്ലേ? അല്ല, എനിക്ക് എന്റെ കുടുംബത്തിന്. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. മെസ്സിക്ക് വേണ്ടി ജക്രിയാണ് പ്രാർത്ഥിച്ചത്. ഒരു ചോദ്യം കൂടി, ഉള്ളിൽ നിന്ന് ഉത്തരം വേണം. ഇപ്പൊ എത്ര മിനിറ്റ് ഉണ്ട് കേട്ടാ? ഇനി 1 മിനിറ്റ്, ഏകദേശം. എന്നാൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇങ്ങാണ് നിന്റെ മെസ്സി കപ്പ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല, വിഷമമൊന്നുമില്ല. നമുക്ക് ഈ മനോഹരമായ മീശ എടുത്താലോ? ഇല്ല, താല്പര്യമില്ല. മുടി ഇല്ല. അപ്പൊ ആത്മവിശ്വാസം ഇല്ല. 2022 ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ വേറൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ എല്ലാ കളിയും ജയിച്ച ഫൈനൽ വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തോറ്റാൽ ആ സ്പിരിറ്റ് തന്നെ എടുത്തിരിക്കും. ഒരു കപ്പിനുവേണ്ടി എത്ര വർഷം കാത്തിരുന്നവരല്ലേ? എന്നാ മീശ ഒന്ന് മുറുക്കി കാണിച്ചേ പ്ലീസ്. അത് പറ്റില്ല. നിങ്ങൾ എന്താണ് അർജന്റീന ഫാൻസിന് ഒരു ധൈര്യമില്ല? ധൈര്യമില്ലാത്തല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ വാദിത്താളം ഒന്നും താല്പര്യം. തിരിച്ച് അശ്വതിയുടെ, അതായത് തിരിച്ച് ഗാലറി അശ്വതിക്ക് എതിരായി തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന മാറിയിട്ടില്ല. ഞാൻ പറയാം, ഞാൻ അന്ന് എന്ന ഒരു സമ്പൂർണ്ണമായ ഫുട്ബോൾ ആരാധകൻ മാത്രമാണ്. ആര് ജയിച്ചാലും വേറൊരു പാട്ട് പാടാം, ഒരു സിനിമ പാട്ട്, കവിത മാറ്റാം പ്ലീസ്. പഴയ ഫുട്ബോൾ പ്ലെയർ കൂടിയാണല്ലേ? പാട്ടൊന്നുമല്ല, ഇപ്പൊ കളി നടക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ ഈ അർജന്റീന ആരാധകരായിട്ടുള്ള പുരുഷന്മാരോടൊക്കെ ചോദിക്കുന്ന കേട്ടു, മീശ എടുക്കുമോ താടി എടുക്കുമോ? പുരുഷന്മാരോ? അതായത് സ്ത്രീകളോട് ചോദിക്കാറുണ്ടല്ലോ. ഞാൻ എന്റെ മീശ എടുക്കാം. പറയട്ടെ, അശ്വതി മുട്ടയടിക്കുമോ? ഞാൻ മീശ എടുക്കാൻ തയ്യാറാണ്. മുട്ട അടിക്കാൻ ആഗ്രഹമുണ്ട്. മുട്ട ഡബിള് വേണോ സിംഗിള് വേണോ? മുട്ട അടിക്കും ഞാൻ. ഡബിൾ അടിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ദൃശ്യ ഉത്തമൻ
ഇദ്ദേഹം ഒരു ഉത്തമയായ മെസ്സി ഫാൻ ആണ്. കാരണം കല്യാണ വസ്ത്രത്തിൽ വരെ മെസ്സിയുടെ ജേഴ്സി തിരികെ കയറ്റി ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം ഫോട്ടോ ഇട്ട് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളാണ്. മെസ്സി കപ്പെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ചേച്ചി? പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, എന്തായാലും കപ്പടിക്കും ഉറപ്പാണ്. എത്ര ഗോള്? ഒരു 2. ഗോൾഡൻ ബൂട്ട് കൊടുക്കണോ ചേട്ടാ? ഗോൾഡൻ ബൂട്ട് കൊടുക്കണോ? അത് ഗോൾഡൻ ബൂട്ടിലല്ലേ വേണ്ട ഇല്ല, എന്തായാലും 2 ഗോള് ഉറപ്പാണ്. 2-1 ഉറപ്പാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ശരി, അനൂപേട്ടനെ കാണാം. സ്പെയിൻ തോറ്റു അതായത് പോകല്ലോ. നമ്മുടെ ഈ ആഗോളാരോഗ്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പം അനൂപയുടെ സമ്പൂർണ്ണമായി വിട്ട് കളഞ്ഞിരിക്കുന്നത്. അതായത് പറയുന്നത് ഗോൾഡൻ ബൂട്ട് കിട്ടിയില്ലെങ്കിലും ഗോൾഡൻ ബോർഡ് അല്ല ഗോൾഡൻ ബൂട്ടിലല്ല മണിക്കൂർ കഴിഞ്ഞ് കളി തുടങ്ങുമ്പോൾ കപ്പെടുക്കുമെന്നുള്ള ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഗൗതം അനന്തനാരായണൻ അത് ഇഷ്ടപ്പെട്ടു. 4 കപ്പുണ്ടല്ലോ, അതുകൊണ്ട് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവസാനിക്കാനും അല്ല അർജന്റീനക്ക് 4 വേൾഡ് കപ്പിലോട്ടോ 3 വേൾഡ് കപ്പിലോട്ടോ 4ാം കപ്പിലൊക്കെ നമ്മൾ ചോറ് വെക്കുന്നത്. അയ്യോ ഇപ്പഴേ കൊടുക്കല്ലേ കപ്പ്? അല്ല 4 ഞാൻ പറഞ്ഞ 4 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. PCR-ലെ ടീമേ എല്ലാരും ഒന്ന് ഇറങ്ങി വരുമോ? അല്ല അശ്വദീപ് അത്രയും ജേഴ്സി ഇവിടെ ആർക്കില്ല. അത് മറ്റൊരു സംശയം. ഓരോ കളി കഴിയുമ്പോഴും ടീം മാറുമായിരുന്നു. കുറച്ച് മുന്നേ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അർജന്റീന കീ എന്ന് പറയുന്നുണ്ട്. അല്ല അർജന്റീന കീ ചെയ്യല, അങ്ങനെയല്ല. അല്ല അശ്വതിയുടെ ഉള്ളിൽ അങ്ങ് പുറത്തു വന്നാണ് കേട്ടോ. അർജന്റീന കീ ചെയ്യുന്നുണ്ട്. അല്ല എന്തായാലും 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഖ്യാപിക്കും. എന്തായിരിക്കും അശ്വതിയുടെ നിലപാട്? നാളെ അർജന്റീന ജയിക്കുവാണെങ്കിൽ ഞാൻ നേരെ ഈ ഡോർ തുറന്ന് എല്ലാ സപ്പോർട്ടും അർജന്റീനയ്ക്കാണ്. അല്ല ഞാൻ ഇവിടെ വരും, വിനോദേട്ടനുമായിട്ടായിരിക്കും പിന്നെ ഏറ്റുമുട്ടൽ. അർജന്റീന ജയിച്ചാൽ എന്ത് ഏറ്റുമുട്ടാൻ? അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നിടം വരെ അവരുടെ കയ്യിലല്ലേ കപ്പ് പിന്നീട് ഇരിക്കുന്നത്. അല്ല ചേട്ടൻ ഒരു പാട്ട് പാട്. എന്തിനാ എത്ര ദേശം? പ്ലീസ് കം വിത്ത് സ്പെയിൻ. ആനാട്ടെ ഫുട്ബോൾ താരം. ഫുട്ബോൾ താരം. ഞാൻ ആ PCR എല്ലാവരും വിളിച്ചോണ്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഫുട്ബോൾ ആരാധകനൊന്നും അല്ല. പക്ഷെ ഈ അവസാന നിമിഷമുള്ള ആവേശത്തിനൊപ്പം കൂടാന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അർജന്റീനയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റേഷൻ കട മറന്ന് സോറി മണ്ണെണ്ണ മറന്ന് റേഷൻ കട വാങ്ങണം അല്ലേ? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ നമുക്ക്? ഇല്ല അങ്ങനെയല്ല. ഈ പറയുന്ന പോലെ എന്താ അത്രയും ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആ മിഷിഹ എന്ന് പറയുന്ന അത്രയും സ്നേഹം കൊണ്ട് വിളിക്കുന്ന ആ ഒരു മെസ്സിയുടെ പ്രകടനത്തിനാണ്. ഒപ്പം ഈ പറയുന്ന പോലെ ഇവർ സ്പെയിന് മോശക്കാരെന്ന് ഞാൻ പറയുന്നില്ല, അവരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ലോകം മൊത്തം കാത്തിരിക്കുന്നത് ആ മിഷിഹ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ പറയുന്നത് പോലെ മെസ്സി തന്നെ ആയിരിക്കും കപ്പടിക്കുക എന്നുള്ളൊരു ആവേശം തന്നെയാണ് ഭൂരിപക്ഷവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഫുട്ബോൾ കളി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം അനൂപ്ജിയൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അത്ര ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഈ ഫുട്ബോൾ കളിയിൽ ഓരോ ടീമും വരുമ്പോഴാണ് അതിൻ്റെ ഫൈനൽ പോലും പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഈ ഫൈനലിൽ അർജന്റീന വന്നില്ലായിരുന്നെങ്കിൽ സ്പെയിൻ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. സ്പെയിനെ പോലെ മറ്റൊരു ഇംഗ്ലണ്ടോ അതെ വേറൊരു രാജ്യമാണ് വന്നിരുന്നെങ്കിൽ ഇത്ര ആവേശം ചിലപ്പം വരുമായിരുന്നില്ല അല്ലേ? അങ്ങനല്ലേ? ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ അർജന്റീന, ബ്രസീൽ തുടങ്ങിയ ടീമുകൾക്ക്, ജർമ്മനി തുടങ്ങിയ ടീമുകൾക്ക് ഒരു പരമ്പരാഗത ആരാധന അവർ പെട്ടെന്നുണ്ടാക്കിയ ഒരു ആരാധകരല്ല. അത് അവർ അവരുടെ കളി മികവ് കൊണ്ടും അവരുടെ കളിശൈലികൾ കൊണ്ടും അവർ നേടിയ നേട്ടങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ ആരാധകരാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ജർമ്മനി ഈ വേൾഡ് കപ്പിൽ തുടക്കത്തിലെ മറ്റേ പ്രീ ക്വാർട്ടർ പോയ ടീമാണ്. പക്ഷേ ജർമ്മനിക്ക് അതിമഹത്തായ ഒരു ഫുട്ബോൾ പാരമ്പര്യമുണ്ട്. 4 വട്ടം വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ്, 8 വട്ടം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തിയ ടീമാണ്. അപ്പോൾ അങ്ങനൊരു പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. അവർ നേടിയ വിജയങ്ങൾ എക്കാലത്തും ആഘോഷിക്കുമ്പോഴും ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ അപ്പോൾ ഫാൻസ് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ക്ലബ്ബുകളുടെ കാര്യങ്ങൾ പറയും ഇപ്പോൾ പള്ളി പോലാണ്. ഇപ്പോൾ ഒരു ക്ലബ്ബ് മാറാറില്ല. അപ്പം അവരുടെ ടീം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്ന് ഫസ്റ്റ് ഡിവിഷൻ ലെവലിലേക്ക് തരം താഴ്ത്തപ്പെട്ടാലും അവരുടെ ക്ലബിനോടുള്ള ആഭിമുഖ്യം പോകത്തില്ല. അവർ ക്ലബ്ബ് മാറാറില്ല. അപ്പോൾ നമ്മളൊക്കെ അച്ഛനും അമ്മയും മാറാറില്ലല്ലോ. അതുപോലാണ് എല്ലാവർക്കും ഫുട്ബോൾ കൂടെ ആളുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പ്രേക്ഷകരെ, എൻ്റെ ഒരു ആശങ്ക, നാളെ നമ്മുടെ ന്യൂസ് ഡെസ്ക് 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് സ്പെയിൻ സപ്പോർട്ടേഴ്സും ഒന്ന് അർജന്റീന സപ്പോർട്ടേഴ്സും. നാളെ ഏതെങ്കിലും ഒരു വിഭാഗം കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ തല താഴ്ത്തിക്കൊണ്ടോ ആയിരിക്കും ന്യൂസ് ഫ്ലോറിലേക്ക് വരിക. അത് ആരാകുമെന്നാണ് കണ്ടറിയേണ്ടത്. അടിയുറച്ച് വിശ്വസിച്ചത് സ്പെയിൻ കൊണ്ടുപോകുന്നു തന്നെയല്ലേ? അവസാന നിമിഷത്തിൽ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാവരുത്. ഇല്ല, എൻ്റെ നിലവിലത്തെ അവസ്ഥയിൽ അതായത് ആവേശവും അവരുടെ കളിയുടെ സാഹചര്യം അനുസരിച്ച് സ്പെയിൻ തന്നെ വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവസാനത്തെ, അതായത് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കളിക്ക് തുടങ്ങാൻ വേണ്ടി. അവസാനത്തെ പ്രഡിക്ഷൻ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് 2 ഗോളുകൾക്ക്, അതായത് 2 ഗോളുകൾ നേടി
സ്പെയിൻ വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാത്ത പക്ഷം ഇത് ഷൂട്ടൗട്ടിലേക്ക് നീങ്ങും. ഞാനും വിചാരിക്കുന്നത് ഒരു സമനില പിടിക്കുന്ന മത്സരം പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ സ്പെയിനെ ഭാഗ്യം തുണയ്ക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ചിലപ്പോൾ താരമാകാം, റോഡ്രി താരമായേക്കാം. ലെമിൻ യമാൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള സാധ്യത ഞാൻ ഈ മത്സരത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കളി എങ്ങനെയാകും? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള ഒരു അവസരം എനിക്ക് തോന്നുന്നില്ല ഈ ലോകകപ്പിന് സ്പെയിനെതിരെയുള്ള കളിക്കുന്നത് കൊണ്ട് മാത്രം ആ അവസരത്തിന് ഒരു ഭംഗമുണ്ട്. എന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങൾ, അതാണ് ഒരിക്കലും അത്ഭുതങ്ങൾ മാറ്റിവെച്ച് മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇതുവരെ അർജന്റീനയുടെ കളി പരിശോധിക്കുകയാണെങ്കിൽ ഒരു 85-ാം മിനിറ്റ് അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കളി മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്പെയിൻ വേഴ്സസ് അർജന്റീന, അതും ഈ ഫൈനൽ ലോകകപ്പിൽ അവസാന നിമിഷം അർജന്റീന, എനിക്ക് തോന്നുന്നു അർജന്റീന ആദ്യം മുതൽ തന്നെ കളിയുടെ മേലൊരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അവസാന നിമിഷം ഒരു ലയണൽ സ്കലറിയുടെ ഒരു മാജിക്ക് അവിടെ എനിക്കറിയില്ല എങ്ങനെ വർക്കൗട്ട് ആകും. തീർച്ചയായും നമുക്ക് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് സമ്പൂർണമായി ഇനി വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും ആരാധനയ്ക്കും മാത്രം നമുക്ക് വഴി വിട്ടുകൊടുക്കേണ്ട സമയമായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ അശ്വതി? തീർച്ചയായും. അപ്പൊ നമുക്ക് അനൂപ് ചന്ദ്രശേഖരനോട് ചോദിക്കാം. തീർച്ചയായും. അനൂപ് ചന്ദ്രശേഖരൻ, ഇനി നേരത്തെ നമ്മുടെ അനന്തൂറിന്റെ വാക്കുകൾ കടമെടുത്താൽ വായ്ത്താളത്തിന് ഇനി ഇടമില്ല. ഇനി നമ്മൾ കളിയിലേക്ക് പോവുകയാണ്. എന്താണ് സീരിയസ് ആയിട്ട് 15 മിനിറ്റേ ഉള്ളൂ ഏകദേശം കളി ആരംഭിക്കാൻ വേണ്ടി. ആദ്യം മുതൽ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിച്ചൂടെ? ആദ്യ മത്സരത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യം 5 മിനിറ്റ് വളരെ നിർണായകമാണ്. മത്സരത്തിൽ ഒരു പക്ഷേ രണ്ടുപേരും ഒരു ഹൈ പ്രസിംഗ് ഗെയിം ആയിരിക്കും. കഴിഞ്ഞ സെമി പോലെ ക്വാർട്ടർ പോലെ ആയിരിക്കത്തില്ല ഇരു ടീമുകളും. ഒരു ആദ്യ പകുതി തന്നെ ഒരു ഗോൾ അടിച്ച് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും തുടങ്ങുക. തീർച്ചയായും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിന് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് കളിച്ചപ്പോൾ ഫൈനൽ കളിക്കുന്ന 2010 അന്ന് കപ്പെടുത്ത് ചേർത്തുന്ന സ്പെയിനുണ്ട്. അപ്പോൾ സ്പെയിൻ മൊത്തം 4 തവണ എങ്ങാണ്ട് സെമി കളിച്ചിട്ടുള്ളൂ മൊത്തത്തിൽ. 4 തവണ ഇല്ല, 4 തവണ ഫൈനലിൽ 2ാം തവണയാണ് വരുന്നത്. 2 തവണ കപ്പെടുത്ത് ചേർത്തുന്ന സ്പെയിനുണ്ട്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിന് ലോക ഫുട്ബോളിൽ 2010 ലോക കിരീടം നേടി. 2014 അവർ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. 18ലും 22ലും വലിയ മികവുണ്ടാക്കാൻ പറ്റത്തില്ല. 22ലും എനിക്കത് ക്വാർട്ടറിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ടീമാണ് സ്പെയിന്. ആ സ്പെയിന് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പോൾ ആര് കപ്പെടുത്തെന്ന് പറഞ്ഞാലും അത് ലോക ഫുട്ബോളിനെ ഒരു ത്രസിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കണം. 4 വർഷത്തെ കാത്തിരിപ്പാണ് അല്ലേ? 4 വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ അർജന്റീനയ്ക്ക് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും അർജന്റീനയ്ക്ക് 36 വർഷത്തിന് ശേഷമാണ് അർജന്റീന 2022 കപ്പെടുക്കുന്നത്. അപ്പോൾ വിനോദോട്ടം കുറച്ചും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞേർന്നുകൊണ്ട് കേരളത്തിലെ അർജന്റീന ആരാധകർ. ഞാൻ ഇപ്പോൾ പറഞ്ഞു അർജന്റീന 1986 മറ്റേ ടെലിവിഷൻ്റെ വരവാണ് കേരളത്തിൽ ഇത്രയധികം അർജന്റീന ഫാൻസ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ സ്പെയിനൊക്കെ ഫാൻസ് കൂടുന്നത് 2010 ശേഷമാണ്. 2008 സ്പെയിൻ 2008 ശേഷമാണ് സ്പെയിൻ യൂറോ കപ്പ് എടുക്കുന്നത്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് എനിക്ക് 60കളിൽ ഒരിക്കൽ യൂറോ കപ്പ് എടുത്തു. സ്പെയിൻ ലോകകപ്പിലൊന്നും പിന്നീട് ഒരു വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ടീമിലെ ചെറിയ 2 ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കളിക്കാർ തമ്മിലുള്ള ഒരു ഒത്തിണക്കമില്ലായ്മ പലപ്പോഴും വലിയ പ്രശ്നമായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, കാരണം അത് മാറ്റിയെടുത്ത വളരെ ശ്രമകരമായ ജോലിയിലാണ്. 2006 യുവതാരങ്ങളിൽ എങ്ങനെയാണ് പ്രതീക്ഷ? അവരൊത്തൊരുമയോടെ ഇനി അങ്ങോട്ടുള്ള, കാരണം ഇനി ചരിത്രം രചിക്കാൻ പോകുന്ന ഒബ്വിയസ്ലി ലെമിൻ യമാലും റോഡ്രിയും പെഡ്രിയും ഒക്കെ ആയിരിക്കും. റോഡ്രി ഒരു 30 വയസ്സ്, റോഡ്രിയുടെ എനിക്ക് കരിയറിന്റെ ഒരു പീക്ക് പീരീഡിലാണ്. റോഡ്രിയുടെ 30 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ സ്പെയിനിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര മികച്ച കളിക്കാരുണ്ടെങ്കിലും ഒരു നാഷണൽ ടീമിനായിട്ട് സ്പെയിനിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളുള്ളത് ശരിക്കും റയൽ മാഡ്രിഡും ബാഴ്സലോണയൊക്കെ തന്നെ സ്പെയിനിലാണ്. പക്ഷേ സ്പെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു ചിരവൈരികളായിട്ടുള്ള നിൽക്കുന്നത് സ്പെയിൻ്റെ പലപ്പോഴും സ്പാനിഷ് ടീമിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു സ്പെയിന് ലോകകപ്പിലൊന്നും വലിയ പവർ ഹൗസാണ് സ്പെയിൻ. റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയും വലൻസിയയും അങ്ങനെയുള്ള വലിയ ലോകോത്തര ക്ലബ്ബുകൾ സ്പെയിനിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്പാനിഷ് ടീമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിരവൈരികളായിട്ടിരിക്കുന്നത് വിഘടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും 2006 സമയത്ത് സ്പാനിഷ് ഡെൽബാസ്കോ യൂറോ കപ്പിൽ 2008 ഫ്രാൻസിന്റെ പരിശീലകനാണ്. അദ്ദേഹം വളരെ ശ്രമകരമായ ജോലി തന്നെ നടത്തി. കാരണം റയൽ മാഡ്രിഡിന്റെയും ബാഴ്സലോണയുടെയും കളിക്കാർ തമ്മിൽ സംസാരിക്കാൻ പോലും